നമ്മളിപ്പോൾ നിൽക്കുന്നത് സിനിമാ നടൻ നിവിൻ പോളിയുടെ വീട്ടിൻ്റെ പിറകിലായി കാണുന്ന കാട്ടിന് സമീപമാണ്. ഇവിടെയുള്ള ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്, ഈ കാട്ടിനകത്ത് ഏതോ യക്ഷിയോ അതുപോലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് കുറേ വർഷങ്ങളായി ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നു. അതൊന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സമയം രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അർദ്ധരാത്രിയിൽ ഇതുവഴി പോകുമ്പോൾ, ഇതൊരു കാട് ഏരിയയാണ്, ചില ആളുകൾ ഇതുവഴി പോകാറുണ്ട്, അവർ എന്തോ കണ്ടു ഭയക്കുന്നു, ഇതിനകത്ത് എന്തോ ഉണ്ട് എന്ന് അവർ പറയപ്പെടുന്നുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അവർ. അങ്ങനെ പറയപ്പെടുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാനാണ്, ഒന്ന് ഷൂട്ട് ചെയ്യാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലുവ പുഴയുടെ സമീപത്തുള്ള ഒരു കാട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ദയവായി ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ഗർഭിണികൾ, അതുപോലെ ഹാർട്ട് അറ്റാക്ക് അസുഖമുള്ളവർ, പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ച് പ്രശ്നമുണ്ടാകുന്ന ആളുകൾ ഒരിക്കലും ഈ വീഡിയോ കാണരുത്. നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യുക. ഇത് ഇവിടുത്തെ സ്വദേശിയാണ്, ഇദ്ദേഹത്തിൻ്റെ പേര് ചാക്യാർ, വിനോദ് ചാക്യാർ എന്നാണ് പേര്. എന്താണ് ഇവിടെ ഉള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത്? ഇവിടെ ഞാനും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതായത് ഇതിന്റെ ഉള്ളില് പകൽ സമയങ്ങളിൽ പോലും ഇവിടെ കിടക്കാൻ പറ്റില്ല. അതില് സാമൂഹ്യ വിരുദ്ധരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് തോന്നണേ. അതല്ലേ, അങ്ങനെ ഒരു പേടിയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പല സംഭവങ്ങളും. അപ്പോൾ ക്യാമറ ടീമിനോട് പറയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ഇവിടെ ഈ കാട്ടിനകത്തോട്ട് കയറുമ്പോൾ ഈ യക്ഷപ്രേതമൊന്നും അല്ലാതെ പട്ടി, പാമ്പ് തുടങ്ങിയ ജന്തുക്കളൊക്കെ ഉണ്ടാകും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അറിയാലോ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് സ്വീകരിക്കുക. ഓക്കെ, എന്തായാലും നമ്മൾ കാട്ടിലോട്ട് കയറാൻ പോവാണ്. പ്രേക്ഷകരും ഒപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ മലമ്പാമ്പ് അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട്. നമ്മൾ നടക്കുമ്പോൾ ഇത് ശരിക്കും നമുക്കിത് കയറാൻ തന്നെ പേടിയാണ്. കാരണം ഒരു മിനിറ്റ് ക്യാമറ ചെയ്ത് മുമ്പ് വിട്ടാൽ ലൈറ്റ് ഉണ്ടല്ലോ, അവർക്ക് സൂക്ഷിച്ച് ഇതിലെ കയറണം കേട്ടോ. കാരണം ഈ മലമ്പാമ്പ് അങ്ങനെയുള്ള വലിയ വലിയ പാമ്പുകളുടെ ഒരു അല്ല, അത് കുഴപ്പമില്ല. മലമ്പാമ്പ് പട്ടിയെ പിന്നെയും കുഴപ്പമില്ല. ഈ യക്ഷിയും പ്രേതമൊന്നും വന്ന് ആക്രമിക്കായിരുന്നു മതിയായിരുന്നു. അതല്ല, അത് നമ്മളിത് കണ്ടുപിടിക്കാൻ വേണ്ടി വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഉള്ളതാണോ? ആളുകളൊക്കെ പറയുന്നുണ്ട് ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. കാരണം കുറെ ഇങ്ങോട്ട് 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 ഇനി അതോട് കയറിപ്പോണം, കുറച്ചുള്ളിൽ കയറിപ്പോണം. കുറച്ച് അവിടെ സൂക്ഷിച്ച് വന്നിട്ട് സൗണ്ട് കേൾക്കണല്ലോ. സൗണ്ട് കേൾക്കുന്നു. നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ശരിക്കും കൂടുതൽ നമുക്ക് വഴി ഇപ്പോൾ കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല. വഴി കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. വേറെ തിരിച്ചു പോകാനുള്ള വഴി ഒന്ന് കണ്ടുപിടിച്ച് വെക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, അതെനിക്കറിയാം, അത് മനസ്സിലായി. തിരിച്ചു പോകാനുള്ള വഴി അറിയാവോ? എവിടെ ഒന്നൊരു പോട്ടെ 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 പോട്ടെ. അല്ല, എന്തെങ്കിലും അടയാളം വെച്ചിട്ട് പോകാൻ നല്ലത്. നല്ലൊരു പണിയാവും. നമുക്കൊരു കമ്പടിച്ച് കുത്താം. കമ്പ് കുത്തിക്കോ, അവിടെ കമ്പ് കുത്താം. കാരണം ഇതിലെ ഈ കമ്പുമ്പൊക്കെ പിടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇവിടെ പാമ്പുകൾ മുള്ളു കമ്പാന്ന് തോന്നുന്നു ചുറ്റിപ്പണിഞ്ഞ് കിടക്കും. അടയാളം വെച്ച് പോകും, അതായിരിക്കും നല്ലത്. ഇത് തന്നെ മതി. ഈ റോഡിൻ്റെ നടുക്കി തന്നെ കുത്തി വെക്കാം. സൂക്ഷിക്കണം. അവരുടെ അടുത്ത് നോക്കി തിരിച്ച് ഈ ചാലിക്കൂടെ തന്നെ വരണം. അപ്പുറമുണ്ട് ചാലി, ഇപ്പുറമുണ്ട്. ഇനി അങ്ങോട്ട് കയറുന്നത് വളരെ സൂക്ഷിച്ച് അങ്ങോട്ട് കയറാൻ. ഒരു മിനിറ്റ് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. എന്തൊക്കെ ജീവികളിങ്ങനെ കരയുന്നുണ്ട്. അകത്തോട്ട് കയറണോ? കുഴപ്പമില്ല. ഇല്ല, പോയിട്ട് വരാമെന്ന്. മറ്റേ ലൈറ്റ് മേടിച്ചു. കാരണം ഇവിടെ എന്താ ഉള്ളതെന്ന് സംഭവം നമുക്ക് മനസ്സിലാക്കണമില്ല. എനിക്കിപ്പോൾ ഇവിടെ വരെ വന്നപ്പോഴേക്ക് അകത്തേക്ക് കയറാൻ പേടിയായി. ഇപ്പം പരിന്ത് റാഞ്ചും. കാരണം കാരണം ഈ പരിന്ത് റാഞ്ചും ചിലപ്പോൾ. അതുകൊണ്ടല്ലേ ഈ പാമ്പുകളെ പിടിക്കാൻ വേണ്ടി പാമ്പ് ഇതും വന്ന് എടുക്കുക. അപ്പോൾ ഇത് സൂക്ഷിച്ച് നടന്നു ഭയങ്കര ഡേഞ്ചറായിരുന്നു. വല്ലാത്തൊരു സംഭവം തന്നെ. എനിക്ക് ചെറിയൊരു പേടി തോന്നുന്നു. എനിക്കും പേടി. നിങ്ങൾക്ക് പേടിയെന്ന് പറയല്ലേ? ഗൈഡായിട്ട് വന്നതല്ലേ? പേടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പാമ്പിനാണ് പേടി. പിന്നെ ഇവൻ വന്ന് കൊത്തും. പരിന്ത് വന്ന് ചിലപ്പോൾ കൊത്താൻ സാധ്യത ആണോ? പരിന്ത് വന്ന് മൃഗത്തിലെ കൊത്തിക്കളയും. അല്ല, ഇങ്ങനെ വിശ്വാസം അതിലേക്ക് ഇത് ശരിക്കും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. ആണോ? അപ്പോൾ പഴയ കുറേ മനകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഒരുപാട് മരണങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചത്. ഇനിയുള്ള ഈ സ്ഥലം ഇച്ചിരി ഡേഞ്ചറുള്ള സ്ഥലം. ഇനിയാണ് നമ്മൾ സൂക്ഷിച്ച് പോകേണ്ടത്. ഇനി വെരി ഡേഞ്ചർ. അദ്ദേഹം പറഞ്ഞ ഇവിടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഇത്
ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭൂമിയാണ്. ഇവിടെ പണ്ട് കാലത്ത് കുറേ ഇല്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ബ്രാഹ്മൺസൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ ഇങ്ങനെ കുറേ ദുർമരണങ്ങളൊക്കെ നടന്നിട്ടെന്നാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് ഇവിടെ ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത്. നമുക്ക് സത്യത്തിൽ ഇങ്ങോട്ട് കയറുമ്പം തന്നെ നമുക്ക് നമ്മളെ ഭയപ്പെടുത്തുന്ന കുറേ ശബ്ദങ്ങളും കേൾക്കുന്നില്ലേ, കുറേ ശബ്ദങ്ങളും അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ്. സത്യത്തിൽ ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ്, കേട്ട ധൈര്യത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. അത് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ വെരി ഡേഞ്ചർ. അങ്ങനെ ഒരു വിശ്വാസം ഇവിടെയുള്ള ആളുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിലും ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാണാതിരിക്കില്ല. നമ്മൾ അത് കണ്ടുപിടിക്കാൻ തന്നെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ സമയം കിട്ട സമയമാണ്. ഇവിടെ ഒന്നും കയറാൻ പാടില്ല. അതെ, കണ്ടില്ലേ, മേലൊക്കെ കോരിയിട്ടിട്ട് വന്നു. മണി 12:15 കഴിഞ്ഞു. കയറാം എന്തായാലും. ഓക്കെ, ഇത്രയും സ്പേസ് മാത്രമേ ഉള്ളൂ ഇവിടെ. പകല് സമയങ്ങളിൽ മരങ്ങളിൽ ഒരുപാട് പിടിക്കണ്ടല്ല. ഈ മരങ്ങൾ വേറൊരു മരമാണ്. അതായത് ഈ ചേറ് മരങ്ങളിൽ ഒരുപാട് നമുക്ക് ടച്ച് ചെയ്യണ്ട. ഈ മരത്തിലൊന്ന് ടച്ച് ചെയ്യരുത് കേട്ടോ. മരത്തിലൊന്ന് ടച്ച് ചെയ്ത് അലർജി അടിക്കുന്ന ചില മരങ്ങളാണ് ഇവിടെ. ദയവായി അതിലാരും മാറ്റി ശ്രദ്ധിക്കുക കേട്ടോ, ആരും ടച്ച് ചെയ്യരുത്. പകല് സമയങ്ങളിൽ പോലും നമ്മൾ വരാൻ പഠിക്കുന്ന ഏരിയയാണ്. കയ്യട അട്ടയോ? ഇതാണ് അട്ട. ചെറിയല്ലോ. മണ തീർക്കട്ട. സത്യത്തിൽ ഇങ്ങനൊരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വരണ്ടായിരുന്നപ്പോൾ തോന്നുന്നു. കാര്യം നമ്മൾ പല ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളെയൊക്കെ പൊളിച്ചെടുക്കാറുണ്ട്. പക്ഷേ ഇത് വെരി ഡേഞ്ചർ. ഇങ്ങോട്ട് വരുമ്പം തന്നെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഇനി അങ്ങോട്ട് എന്താ നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം ഏരിയയ്ക്ക് അപ്പുറമാണ് ഇങ്ങനത്തെ വിശ്വാസങ്ങൾ. അതുപോലുള്ള ചില യക്ഷി അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ഈ സമയത്ത് രാത്രി 12:30 ആവാറായി സമയം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. അറിയില്ല എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. എന്തായാലും പോയി നോക്കാം. നോക്കണേ, സൂക്ഷിച്ചു പോകണേ. ഇവിടെ നീ മുളമരം എങ്ങനെ ഒരുപാട് പണ്ട് കാലത്തൊക്കെ എന്തോ സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് എന്തോ സൂക്ഷിക്കണം കേട്ടോ. കാരണം എന്തോ ഇവിടെ എന്തോ ഇവിടെ പോകുന്ന കണക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ചെറു തോന്നലായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. ഇതൊരു ഷാഡോ പോലെ ഇങ്ങനെ തോന്നിയായിരുന്നു. എവിടെ? അങ്ങോട്ട് പോയി നോക്കി ഷാഡോ പോലെ തോന്നിയായിരുന്നു. അവിടെ കാണുന്നുണ്ടോ ഒരു? എവിടെ? അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോകണ്ട. അങ്ങനെയാണോ നമ്മൾ വെറുതെ ഇത് ചെയ്യാൻ വന്നവരോട് അങ്ങനെ കയറി പോകണം ശരിയല്ല. അവിടെ നിന്ന് ഞങ്ങൾ ഉടഞ്ഞു വന്നോ. ഈ ചെറിയ ഡേഞ്ചറായി പോകണം. നീ അങ്ങോട്ട് പോകണം. പോയി നോക്കാം. സൂക്ഷിച്ചോനെ ഇനി ഇച്ചിരി ഡേഞ്ചറായിക്കോളൂ. കാരണം ഈ സൈഡിലാണ് ശരിക്കും അങ്ങനൊരു സംഭവം കാണുന്നത്. ഇവിടെയാണോ കാണുന്നത്? ഈ സൈഡിൽ ഈ മരമൊക്കെ കിടക്കാണ്ട് ഈ പരിസരത്താണ്. എങ്ങനെ ഇത് കാണാൻ പറ്റുന്നത്? ഷാഡായിട്ടാണോ അതോ വേറെ സാരി എടുത്ത് അങ്ങനെ രൂപം എന്തെങ്കിലും ആണോ? പലരും പല രീതിയിലാണ് കണ്ടേക്കണം. ഓക്കെ, പലരും പല രീതിയിലാണ് കണ്ടേക്കണം. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടുള്ള അതിന് ഇങ്ങോട്ട് വരാറില്ല. പറഞ്ഞു കേട്ടുള്ള അറിയുമ്പോൾ പുറത്തോട്ട് കയറി നോക്കിയാലോ? അതിനുള്ളിൽ കയറാം. അവിടെ എന്തൊരു അനക്കൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ പോകണമെന്നൊരു സംഭവം. കാരണം ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഇവിടെ ഈ പരിസരമാണ്. ഈ മരം നിൽക്കുന്നുണ്ടോ? അവിടെ ആയിരുന്നു പഴയ ഇല്ലം ഉണ്ടായിരുന്നത്. പഴയ ഇല്ലം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് ഈ സംഭവം. ഓക്കെ,
ഇതൊരു പേര് വരും. അങ്ങോട്ട് കയറാൻ തന്നെ ശരിക്കും നല്ല പേടിയാണ് ശരിക്കും. നമുക്ക് അങ്ങോട്ട് പോകണ്ട ചേട്ടാ, നമുക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ആ ഒരു മരം നിൽക്കുന്ന പോർഷനിലാണ് നമ്മളിത് ഇവിടെയുള്ള ആളുകൾ കാണാറുണ്ടെന്ന് പറയപ്പെടുന്നത്. കുറച്ച് അങ്ങോട്ട് പോയാൽ കുറേ വനങ്ങളാണ്. വനം മാത്രമല്ല കുറേ കാടും എഴുജന്തുക്കളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അവിടെ പ്രയത്നെ പേടിച്ചിട്ടൊന്നുമല്ല അങ്ങോട്ട് പോകാത്തത്, എഴുജന്തുക്കളൊക്കെ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ്. ഓക്കെ, ചിലന്തി വല കെട്ടി കിടക്കുന്നു. കാര്യം ഇതിലേക്കൂടെ ആളും പോക്കുവരവില്ലാത്തതുകൊണ്ടായിരിക്കാം. അതെ അതെ അതെ, നമുക്കൊന്ന് പോയി നോക്കിയാലോ കുറച്ചുകൂടെ. നോക്കി 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 മേളിക്കൂടെ കയറി പോകാൻ പറ്റുള്ളൂ. ചേട്ടാ ചേട്ടാ, നീ അങ്ങോട്ട് പോകണ്ട. എന്തോ ഒരു ഡേഞ്ചർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓടല്ല, ഒന്നും കണ്ടില്ല ഞാൻ. എന്തോ ഒരു സ്മെല്ല്, സംതിങ് റോങ് ഫീൽ ചെയ്യുന്നുണ്ട്. മലകളായിരുന്നു കംപ്ലീറ്റ്. ഓക്കെ ഓക്കെ, പുരാതനമായിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള മലകളായിരുന്നു. ഇപ്പോഴെങ്കിലും ഇങ്ങനെ ആൾ സഞ്ചാരമൊക്കെ തുടങ്ങി. പക്ഷെ പേടിപ്പിക്കല്ലേ ചേട്ടാ. പക്ഷെ എന്നിരുന്നാലും അങ്ങോട്ട് മാറി, അങ്ങോട്ട് ബാക്കിൽ മാറിയല്ലേ. ശരി, ഓക്കെ. അല്ലേ ഇത് സംഭവത്തിന് നമ്മൾ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെല്ലണ്ട. ഉണ്ടോ ഇല്ലയോ, നമ്മളിവിടെ വന്നു നമുക്കൊരു നെയ്ല് പോലെ തോന്നി. ഇനി അങ്ങോട്ട് പോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചേട്ടാ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പോകണ്ട. കാരണം അല്ല, എനിക്ക് പേടിയൊന്നുമില്ല, വേണമെങ്കിൽ പോവാം. എനിക്ക് ഇതിൽ പേടിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അവരുടെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെല്ലണ്ട. പോണ്ടെന്ന് പറഞ്ഞ് പോണ്ട, ഞാൻ മുന്നിലേക്ക് ഇല്ല. അല്ല, പോയി നോക്കാം. മെമ്പർഷിപ്പിനെ അത് നമ്മൾ വെറുതെ ഉണർത്തണേ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ പോണു. എന്നെ വിട്ടത് ഞാൻ അല്ല, ഒന്ന് കേറിട്ട് പോകും. മെമ്പർഷിപ്പിനെ അത് ഡേഞ്ചറാണത്. നമ്മൾ എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത എന്തിനായിട്ട് വന്നത്? അല്ല, ഞാൻ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കയറാന്ന് ഇവിടെ വന്നു കഴിയുമ്പോഴേക്ക് എനിക്ക് എന്താ പറഞ്ഞ ഇവിടെ വന്നു കഴിയുമ്പോഴേക്ക് ഒരു ഉത്ഭയം പോലെ എന്തൊരു തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് വേണ്ട, നമുക്ക് മെമ്പർഷിപ്പിനെ തിരിച്ചു പോവാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇദ്ദേഹമാണ് ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് പോലും ഇങ്ങോട്ട് കയറാൻ പേടി. അല്ല, ഞങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഓരോരുത്തരുടെ മനസ്സിലെ വിശ്വാസമാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞ ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമുണ്ട്. കാര്യം പഴയ ക്ഷേത്ര സ്ഥലമാണ്. ഒപ്പം തന്നെ ഇവിടെ പഴയ ഇല്ലങ്ങളുണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടായിരുന്നു, ദുർമരണങ്ങൾ സംഭവിച്ച സ്ഥലമാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ഇവിടെയുണ്ട്. പലരും കണ്ടിട്ടെന്ന് പറയുന്നു. അപ്പം ചേട്ടൻ തന്നെ ഈ പരിസരവാസിയാണ്. എന്നിട്ട് പോലും ചേട്ടന് പോലും അങ്ങോട്ട് കയറാൻ പേടി. നമ്മളെ പോലും അങ്ങോട്ട് വിടുന്നില്ല. സോ അതുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, കയറിയിട്ട് വന്നാലോ? ഓക്കെ. അപ്പോൾ അതുണ്ടോ ഇല്ലയോ ഓരോരുത്തരെ മനസ്സിലെ വിശ്വാസമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് എന്തൊക്കെയൊരു ദുരൂഹ തോന്നുന്നുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. എന്തൊക്കെയൊരു ഭയപ്പെടുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ ക്യാമറമാൻ റജി രാജുനും ശ്രീരാഗിനുമൊപ്പം ഷിബിൻ ഷാ, ന്യൂസ് കേരളം ടുഡേ, എറണാകുളം. അപ്പോൾ ഓക്കെ, തിരിച്ചു പോവാം. വഴി വല്ലതും അറിയോ? അതെ, ഞാൻ പറഞ്ഞില്ലേ, വഴി നമ്മൾ ഈ വഴി കൂടെ വന്നത്. ഈ വഴി കൂടെ ആണെന്നോ? ആ, അടിപൊളി. ഇതിന്റെ മുന്നിലാണോ വന്ന് കയറിയത്? ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകേണ്ടത്? ഇവിടുന്ന് പോകേണ്ടത് നമ്മുടെ പിള്ളേർക്ക് അതല്ലേ ജോലി. ഈ കാട്ടിൽ കയറിയിട്ട് വല്ല ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളല്ലേ, നിങ്ങൾക്ക് അറിയത്തില്ല. എടോ, ഞാൻ അവിടുന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ തന്നെ എനിക്ക് വരണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് വരണ്ടായിരുന്നു. എടങ്ങതി തിരിച്ചു പോകാനുള്ള വഴി എന്തെങ്കിലും അറിയാവോ? പിന്നെ അമാർക്ക് അതല്ലേ ജോലി, വഴി നോക്കില്ല. ഞാൻ അവരോടല്ലേ ചേച്ചി, ഇയാളോട് സ്ക്രീൻ നോക്കി നടക്കുന്ന അവന്മാർക്ക് എങ്ങനെ വഴി അറിയാൻ പറ്റുന്നത്? ഇയാള് സമാധാനപ്പെടുന്നു. ഞാൻ ഇയാളെ കൊന്നിട്ട് ഇയാളെ ഒന്ന് കൂളായിട്ടൊന്ന് ആലോചിക്കും. ഇവിടുന്ന് പോകണ്ടേ? 2 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നത് പറഞ്ഞ മനസ്സിലാവണ്ടേ? 2 കിലോമീറ്റർ വിളിച്ചോണ്ട് വന്നത് ചേട്ടാ. എങ്ങോട്ട്? ആ കാട്ടിലോട്ട് എന്ന് കയറാനോ? എന്തോ ചേട്ടാ കാണിക്കുന്ന പ്രാന്തം ഉണ്ടോ? എങ്ങോട്ട് വരാൻ? ഇങ്ങോട്ട് വാ, പേടിക്കണ്ട. ഞങ്ങൾക്ക് ധൈര്യം തരണ ചേട്ടാ. ചേട്ടാ ഇനിയെങ്കിലും ഒന്ന് പറ, എങ്ങോട്ടാ പോകേണ്ടത്? നിങ്ങൾക്കറിയാൻ വളർന്ന വഴി നിങ്ങൾക്കറിയാൻ വളർന്നു. നിങ്ങൾ ക്യാമറ പിടിച്ച് അവന്മാര് വഴി അന്വേഷിക്കാൻ വന്നതാണോ ഷൂട്ട് ചെയ്യാൻ വന്നതാണോ? നിങ്ങളല്ലേ വഴി
അവർക്ക് നോക്കാൻ പാടില്ലായിരുന്നു നമ്മളകത്തേക്ക് പറയുന്നപ്പോ കൊടും കാട്ടി വന്ന് കേറിയിട്ട് വഴി കണ്ടുപിടിക്കാൻ. അയാള് വാ ഇയാള് താൻ പാടോ. ക്യാമറ ടീം ഒന്നും അനങ്ങണ്ട. ആദ്യം പറ എങ്ങോട്ടാണ് പോകണ്ടെന്ന് പറ. എനിക്ക് ഇങ്ങോട്ട് കയറിപ്പോയി വഴി നിശ്ചയമില്ല. ചേട്ടാ കഴിച്ചിട്ടുണ്ടോ? വെള്ളം അങ്ങനെ അടിച്ചിട്ടുണ്ടോ? പിന്നെന്താ നിങ്ങളെ വെള്ളം അടിച്ചിട്ട് ഞാൻ ഇതിന്റെ അകത്ത് കൂട്ടുന്ന പോടാൻ കാര്യം. എന്നിട്ടിപ്പോ ഞങ്ങൾക്ക് പെട്ട് കിടക്കല്ലേ ഇവിടെ? ഞങ്ങളെ കൊണ്ടുവന്ന ചേട്ടൻ ഉത്തരവാദിത്വം ഇല്ലേ? എങ്ങോട്ട് വരെ വഴി കാണിച്ചതാ? കേറി ഇവിടുന്ന് കേറി വന്നു. നമുക്ക് 4 ദിക്കാ ഉള്ളത്, സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ്. നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? ഏത് ഇയാള് ചൂടാവല്ലേ കോപ്പ്? ഇയാളെന്തിനാ ചൂടാവാൻ എന്റെ അടുത്ത്? ഞാൻ പറയട്ടെ, ഇങ്ങോട്ട് കേറി നമ്മളിങ്ങോട്ട് വന്നപ്പോ കൊറേ ശബ്ദം കേട്ട സ്ഥലം ആ സൈഡിലാണ്. അതൊക്കെയാണ്. ഈ വവ്വാലുകളുടെ സൗണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ്. മേലെ ഞങ്ങൾ ഒരു കാര്യത്തിന് വിളിക്കത്തില്ല, ഉള്ള കാര്യം പറയാലോ. എന്തോ ഉണ്ട്, ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങോട്ട് പോയ നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ അടുത്തേക്ക്. എന്നാ പിന്നെ പറയണ്ടായിരുന്നോ? ഷൂട്ട് ചെയ്യാൻ വരത്തില്ലായിരുന്നല്ലോ. ഇതൊക്കെ ഭയങ്കര ഇതിന്റെ ഡേഞ്ചറും പാമ്പും മലമ്പാമ്പും എന്തിന്റെയൊക്കെ സൗണ്ടാണ് കേട്ടത്. പേടിയാവുന്നല്ലോ ഇവിടെ വന്നിട്ട്. നാടാ മുമ്പി നാടാ, ഞാൻ പോണ്ടേ? ടീം ഞങ്ങളെ ഫോളോ ചെയ്തു കേട്ടോ. കിട്ടിയ സ്ഥലം കിട്ടിയാ? ഇതിനു വേണ്ടിയല്ലേ ഇത്ര നേരം കിടന്ന് ഇയാള് മാങ്ങാത്തൊരു കോപ്പ് വർത്താനം മേലെ എന്നെ വർത്താനം വിളിയുള്ള കാര്യം പറയണ്ട. ഇത്രയും ആളുകൾ ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് വഴി അറിയത്തില്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ എന്താ വേണമെന്ന് പറയുന്നത്? മനഃപൂർവ്വം എന്റെ പൊന്നു സുഹൃത്ത് മനഃപൂർവ്വം എനിക്ക് വഴി തെറ്റിപ്പോയാലും ഞാൻ ഇടങ്ങാറായി. വഴി തെറ്റിപ്പോയി, അത് പറഞ്ഞാൽ മതി. അവന്മാരെ കുറ്റം പറയണ്ട. അവന്മാര് വഴി നോക്കാൻ വന്നവന്മാരല്ല, അവന്മാര് ക്യാമറ ഷൂട്ടിങ് ചെയ്യാൻ വന്നവന്മാർ. അയ്യോ നടന്നോ? ഇവിടെ നിന്നുള്ള സംഭവം കിട്ടിയിട്ടുണ്ടോ?